ഹായ്, എൻ്റെ പേര് അഭിലാഷ് ലാസർ ജോർ. ഞാൻ റോയൽ റെവൽ ക്രൂയിസിൻ്റെ കൺസൾട്ടിങ് ഷെഫായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ ഫാദർ ഷെഫാണ്. ഞങ്ങൾക്കൊരു കാറ്ററിംഗ് യൂണിറ്റ് ഉണ്ട്. ഞങ്ങളൊരു PKC എന്ന് പറഞ്ഞൊരു കാറ്ററിംഗ് യൂണിറ്റിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഫ്യൂഷൻ ഫുഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത്. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഫ്യൂഷൻ ഫുഡ് ചെയ്യുമ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏതൊരു ഫ്യൂഷൻ ഫുഡും ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ വീട്ടിലായിരിക്കും. എൻ്റെ ട്വിൻ ബ്രദർ പുള്ളിക്കാരൻ കറക്റ്റ് കമൻറ്റ്സ് എന്നോട് പറയാറുണ്ട്. അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ, പാരൻസ് വളരെ ഒരു എന്താ പറയേണ്ടത്, വളരെ കമൻറ്റ്സാണ് എനിക്ക് വീട്ടിൽ നിന്ന് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സാമ്പ ബ്രോക്കൺ വീറ്റ് വിത്ത് ഷ്രിംപ് സാലഡാണ്. ഈ സാലഡ് വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡാണ്. പ്രോട്ടീൻസിൻ്റെ കണ്ടൻസ് വളരെയധികം കൂടുതലാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ സാമ്പ ബ്രോക്കൺ വീറ്റ് ആണ്. ഡബിൾ ഹോഴ്സിൻ്റെ 2 തരത്തിലുള്ള ബ്രോക്കൺ വീറ്റ് അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫൈൻ ബ്രോക്കൺ വീറ്റ് ആണ്. ആദ്യം തന്നെ നമുക്ക് സാമ്പ ബ്രോക്കൺ വീറ്റ് സാലഡ് പ്രിപ്പയർ ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഫൈൻ ബ്രോക്കൺ വീറ്റ് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആദ്യം ഒരു ബോൾ എടുക്കുക. ആ ബൗളിലേക്ക് സാമ്പ ബ്രോക്കൺ വീറ്റ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വെള്ളം കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ നമ്മുടെ ബ്രോക്കൺ വീറ്റ് ഫൈനാണ്, അത് വളരെയധികം മാഷ്ഡ് ആയി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം, അതായത് എത്രയാണോ ബ്രോക്കൺ വീറ്റ് എടുത്തിരിക്കുന്നത് അതിൽ നിന്നൊരു കുറച്ച് വെള്ളം നമുക്ക് മാത്രം എടുത്താൽ മതി. നമുക്കൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. ഏകദേശം നമ്മുടെ ബ്രോക്കൺ വീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സാലഡിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ബ്രോക്കൺ വീറ്റ് 250 ഗ്രാം ആണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഷ്രിംപ് 100 ഗ്രാം ആണ്. ഇത് ജസ്റ്റ് ഒലീവ് ഓയിലിൽ ഉപ്പും കുരുമുളകും ഇട്ട് ജസ്റ്റ് സോട്ട് ചെയ്ത് ഒരു 5 മിനിറ്റ് സോട്ട് ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് സാമ്പ ബ്രോക്കൺ വീറ്റ് വിത്ത് ഷ്രിംപ് സാലഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റായ സാമ്പ ബ്രോക്കൺ വീറ്റാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. കുക്കുംബർ നമുക്ക് ഇനി ആഡ് ചെയ്യാം. ടൊമാറ്റോ, മിൻറ്റ് ലീവ്സ്, പാഴ്സ്ലി ലീവ്സ് ചേർക്കാം ഇതിലേക്ക്. അതിനുശേഷം ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഒനിയൻ നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ പ്രോൺസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. അടുത്തായി എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ, ഇതിലേക്ക് ക്രഷ് ചെയ്ത ബ്ലാക്ക് പെപ്പർ ഇടാം. ശ്രദ്ധിക്കേണ്ട കാര്യം, എരിവ് അധികം കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം കുറച്ചിടുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം ഇതിലേക്ക്. നമ്മളിവിടെ എടുത്തിരിക്കുന്ന 2 ലെമണിൻ്റെ ജ്യൂസാണ്. അത് നമുക്ക് ഈ സാലഡിലേക്ക് ആഡ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി അടുത്ത പ്രോസസ്സിങ് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സിങ്. ഇതിൽ എല്ലാ പോർഷനും നല്ലപോലെ മിക്സ് ചെയ്യണം. കാരണം നമ്മുടെ സോൾട്ട്, പെപ്പർ, ലെമൺ ജ്യൂസ് ഇത് നല്ലപോലെ നമ്മുടെ സാലഡിൽ മിക്സ് ആകണം. അല്ലെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് നല്ലപോലെ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെലീഷ്യസ് ആയ സാലഡാണ്. ഡയറ്റ് ഫുഡ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കും കൊച്ചു കുട്ടികൾ, പ്രഗ്നൻസി ആയ വുമൻസ് എല്ലാവർക്കും ഈ സാലഡ് നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിത് സെർവിങ് ബോളിലോട്ട് സെർവ് ചെയ്യാം.
നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഷ്രിംപ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. ഇതിൽ ഷ്രിംപ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സാലഡ് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.